ചാണക്യന്റെ അഭിപ്രായത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതും ഒരിക്കലും ബഹുമാനമില്ലാതെ പെരുമാറാൻ പാടില്ലാത്തതുമായ ആളുകളുണ്ട്. അവർ ആരൊക്കെയാണെന്നും എന്താണ് അവരോട് അപ്രകാരം പെരുമാറരുത് എന്ന് പറയുന്നതെന്നും നമുക്ക് നോക്കാം. മനുഷ്യന്റെ ഇടപെടൽ എപ്പോഴും പരസ്പര ബഹുമാനത്തോടെ വേണം എന്നാണ് ചാണക്യൻ പറയുന്നത്. അത്തരത്തിലല്ലാതെ വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഫലം മോശമാക്കും എന്നും ചാണക്യൻ സൂചിപ്പിക്കുന്നു. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ചാണക്യൻ പറയുന്നതിൽ ആദ്യ സ്ഥാനം മാതാവിന് തന്നെയാണ്. ചാണക്യൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും എതിർത്ത് സംസാരിക്കാൻ പാടില്ലാത്തത് മാതാവിനോടാണ്. എന്താണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കാത്തത് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ബഹുമാനത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യുന്നതിന്. കാരണം നമ്മളെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അതേ നാവ് കൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല എന്നാണ് ചാണക്യൻ പറയുന്നത്. അത് മാത്രമല്ല, നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിൻവലിക്കാനും സാധിക്കുകയില്ല. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നതിന് സമമാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നാണ് ചാണക്യൻ പറയുന്നത്. ചാണക്യൻ പറയുന്നു, മാതാവിനോട് എന്ന പോലെ തന്നെ ഒരു കാരണവശാലും പിതാവിനോടും മോശമായി സംസാരിക്കരുത്. ഇത്തരത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വേദന നിങ്ങൾക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയായി മാറും എന്നും ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കരുത്. അത് കൂടുതൽ ശാപം നിങ്ങളിലേക്ക് വലിച്ചിടുന്നതിന് തുല്യമാണ് എന്നും ചാണക്യൻ വ്യക്തമാക്കുന്നു. ചാണക്യൻ പറയുന്നു, മാതാവിനും പിതാവിനും തുല്യം തന്നെയാണ് അധ്യാപകന്റെ സ്ഥാനവും. അതുകൊണ്ട് തന്നെ ഇവരെ നിന്ദിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലോ ഒരിക്കലും സംസാരിക്കരുത് എന്നാണ് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത്. സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉയർത്തുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ വാവിട്ട വാക്ക് പ്രയോഗിക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ജീവിതം കൂടുതൽ ശാപഗ്രസ്തമായി മാറും എന്നും ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ചാണക്യൻ പറയുന്ന നാലാമത്തെ വിഭാഗം മുതിർന്ന വ്യക്തികളാണ്. മുതിർന്ന വ്യക്തികളോടും ബഹുമാനമില്ലാതെ പെരുമാറുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ശാപം വലിച്ചു കെട്ടുന്നതിന് കാരണമാകുന്നു. പലപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവവും ജീവിതവും രൂപപ്പെടുന്നതിൽ വിദ്യാഭ്യാസത്തിനും അച്ഛനമ്മമാർക്കുമുള്ള പങ്ക് ഒട്ടും ചെറുതല്ല എന്നും ഈ സന്ദർഭത്തിൽ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് മാതാവും പിതാവും ഗുരുവും നൽകിയ സംഭാവനകൾ വിസ്മരിക്കാവുന്നതല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ മുതിർന്നവരോട് പെരുമാറേണ്ടതെന്ന് ചാണക്യൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. ചാണക്യനും ചാണക്യനീതിയും ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രാചീന കാലത്ത് ചാണക്യൻ തന്റെ തത്വശാസ്ത്രത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് മേഖലയെടുത്താലും അവിടെയെല്ലാം ചാണക്യൻ തന്റെ അഭിപ്രായവും നിഗമനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകൻ, തത്വചിന്തകൻ, സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നീ നിലകളിലെല്ലാം തന്നെ ചാണക്യൻ പ്രശസ്തനാണ്. ചാണക്യ വചനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം നേരിടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.